Prove that the two circles drawn on the two equal sides of an isosceles triangle as diameter pass through the midpoint of the third side. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾ വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങൾ മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിൽ കൂടി കടന്നു പോകും എന്ന് തെളിയിക്കുക. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിവിടെ ചെറിയൊരു വൃത്തം വരച്ചിട്ടുണ്ട്. അതായത് എ ബി സി എന്ന് പറയുന്ന ഒരു ത്രികോണം. ഓക്കെ, എ ബി സി എന്ന് പറയുന്ന ഒരു ത്രികോണം, അത് സമപാർശ്വ ത്രികോണം. അതായത് എ ബി ഈക്വൽ ടു എ സി ആണ്. എ ബിയും എ സിയും തുല്യമാണ് എങ്കിൽ ഈ രണ്ട് വൃത്തങ്ങള് ബി സി എന്ന് പറയുന്ന വശത്തിന്റെ മധ്യബിന്ദുവിൽ കൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അതിനർത്ഥം ബി ഡി ഈക്വൽ ടു ഡി സി എന്ന് നമ്മൾ എന്ത് ചെയ്യണം? തെളിയിക്കണം. ഇതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അത് തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് തെളിയിക്കാം? എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ എ ഡി ബി എന്ന് പറയുന്ന ഒരു കോണ്, എ ഡി ബി എന്ന് പറയുന്ന ഒരു കോണ്, ഈ കോണ് എ ഡി ബി എന്ന് പറയുന്ന ഈ കോണ് 90 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? എ ബി വ്യാസമായ, എ ബി എന്ന് പറയുന്ന വശം വ്യാസമായിട്ട് വരച്ച അർദ്ധവൃത്തത്തിലെ കോണാണുള്ളത് അല്ലെ? അപ്പൊ ആംഗിൾ ഇൻ സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ എ ബി വ്യാസമായ അർദ്ധവൃത്തത്തിലെ കോൺ. അതേപോലെ ഇപ്പുറത്തും ഒരു 90 ഡിഗ്രി ഉണ്ട്, എ ഡി സി. അതെന്താണ്? എ സി വ്യാസമായ അർദ്ധവൃത്തത്തിലെ കോണാണ്. എ സി വ്യാസമായ അർദ്ധവൃത്തത്തിലെ കോൺ, ആംഗിൾ ഇൻ സെമി സർക്കിൾ വിത്ത് എ സി ആസ് ഡയമീറ്റർ, വിത്ത് ഡയമീറ്റർ എ സി. ഇനി നമുക്ക് തെളിയിക്കാനുള്ളത് ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആണ് നമുക്കറിയാലോ, കാരണം ത്രികോണത്തിന്റെ മൂന്നാമത്തെ വശമാണ്. അതേപോലെ തന്നെ ഈ രണ്ട് 90 കൂട്ടിയാലും നമുക്ക് 180 കിട്ടും. അപ്പൊ ബി സി ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്, അല്ലെങ്കിൽ ഒരു നേർരേഖയാണ്. ഇനി ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ എ ബി ഡി ഒരു മട്ട ത്രികോണാണ്. അതേപോലെ തന്നെ എ സി ഡിയും ഒരു മട്ട ത്രികോണാണ്. രണ്ട് മട്ട ത്രികോണങ്ങളാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതായത് റൈറ്റ് ട്രയാങ്കിൾസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 90 ഡിഗ്രി വന്നുകൊണ്ട്. ഈ റൈറ്റ് ട്രയാങ്കിൾസിൽ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാലോ അല്ലെ? എന്താണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്? എച്ച് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെ എച്ചിന്റെ സ്ഥാനത്ത് ഞാൻ എ ബി എന്ന് കൊടുത്തു. അപ്പൊ എ ബി സ്ക്വയർ ഈക്വൽ ടു എ ഡി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ. ഇതിന് നമുക്ക് ബി ഡി സ്ക്വയർ, കാരണം നമുക്ക് തെളിയിക്കാനുള്ളത് ഈ സൈഡുകളാണ്. അപ്പൊ ബി ഡി സ്ക്വയർ ഈക്വൽ ടു ഈ എ ഡി സ്ക്വയറിനെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. എ ബി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർ. ഓക്കെ, ഇനി അതില് എ ബിക്ക് പകരം ഞാൻ എ സി എന്ന് കൊടുത്തു. കാരണം എ ബിയും എ സിയും തുല്യമാണ്, സമപാർശ്വ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളാണ്. അപ്പൊ എ ബിക്ക് പകരം ഞാൻ എ സി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർ എന്ന് കൊടുത്തു. അഥവാ ഈ രണ്ടാമത്തെ ത്രികോണത്തിലെ എ സി സ്ക്വയറിന് ഈ വശം മൈനസ് ചെയ്താൽ ഈ ത്രികോണത്തിന്റെ മൂന്നാമത്തെ വശമാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഈക്വൽ ടു ഡി സി സ്ക്വയർ എന്ന് കിട്ടും, അല്ലെങ്കിൽ സി ഡി സ്ക്വയർ. എവിടുന്നാ നമ്മൾ തുടങ്ങിയത്? ബി ഡി സ്ക്വയർ എന്ന് തുടങ്ങി അല്ലെ? ബി ഡി സ്ക്വയർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? സി ഡി സ്ക്വയർ. രണ്ട് ഭാഗത്തും സ്ക്വയർ ഉണ്ടല്ലോ, സ്ക്വയറുകൾ ക്യാൻസൽ ആയി പോകും. ദെൻ ബി ഡി ഈക്വൽ ടു സി ഡി കിട്ടിയില്ലേ? രണ്ട് വശങ്ങളും തുല്യമായിട്ട് കിട്ടിയില്ലേ? ബി ഡി എന്ന് പറയുന്നത് ഈ സൈഡ്, ഡി സി എന്ന് പറയുന്നത്. അപ്പൊ എന്തായി? മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദു കൂടെയാണ് ആ വൃത്തം കടന്നു പോകുന്നത് കിട്ടിയില്ലേ?